ഹലോ എല്ലാവർക്കും എയർജോണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെട്ടിയാൻ തലൈവർ പടം പ്രിവ്യൂ വന്നിട്ടുണ്ട്. പ്രിവ്യൂ അല്ല, പ്രിവ്യൂ. ട്രെയിലർ, ടീസർ, നമ്മുടെ ഗ്ലിംസ്, ഇതിനൊക്കെ പകരം അവർ പേരിട്ട് വിളിക്കുന്നതാണ് പ്രിവ്യൂ. അപ്പം ജവാനും ഇതേപോലെ എന്താ വേറെ ആയിരുന്നു. സോ വെട്ടിയാന്റെ പ്രിവ്യൂ വന്നിട്ടുണ്ട്. അമിതാഭ് ബച്ചൻ ഉണ്ട്, രജനീകാന്ത് ഉണ്ട്, മഞ്ജു വാര്യറുണ്ട്, ഫാഫയുണ്ട്, ഫഹദ് ഫാസിലുണ്ട്. അങ്ങനെ ഒരുപാട് താരനിരയുള്ള ഒരു സിനിമയാണ്. TJ ജ്ഞാനവേലാണ്, നമ്മുടെ ജയ്ബീമിന്റെ ഡയറക്ടറാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഇതൊന്നുമല്ല എനിക്ക് ഹൈപ്പ് തരുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ സാക്ഷാൽ അനിരുദ്ധ് രവിചന്ദ്രനാണ് ഈ ഒരു സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ജയിലറിന് ശേഷം അനിരുദ്ധ് തലൈവർ കോംബോ വരുന്നത് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അനിരുദ്ധിന്റെ അഴിഞ്ഞാട്ടം തന്നെയാണ് ഈ ഒരു സിനിമയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അനിരുദ്ധിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ തലൈവറുടെ ഒരു പൂണ്ട് വിളയാട്ടം, അതിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷയില്ല. എന്തായാലും നമുക്ക് ഈ ഒരു സിനിമയുടെ പ്രിവ്യൂ അല്ല, പ്രിവ്യൂ ആണ്, എന്തെങ്കിലും ആവട്ടെ, സംഭവം വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. റെഡി, ലൈക്ക്. Do you know who these officers are? Hey. Renowned encounter specialists, sir. இந்த நாட்டில் லட்சக்கணக்கான போலீஸ் ஆபீசர்ஸ் இருக்கும்போது இவங்கள மட்டும் அடையாளம் தெரியல. How is it possible? மோஸ்ட் டேஞ்சரஸ் கிரிமினல்ஸை தைரியமா என்கவுண்டர் பண்ணதால இவங்க ஹீரோஸா இருக்காங்க. புதுசா ஒரு பணி எடுக்க முடியல. ஒரு பொருளை கைவாத்த கூப்பிட்டா ஒரு மணி வர மாட்டேங்கானோ. நமக்கு தான் எஸ்பிங்க பேர்ல ஒரு இடம் இருக்காங்களா? நம்ம ஊர்ல 4 பப்ளிக்கை கொலை பண்ணா அந்த எஸ்பியை டிரான்ஸ்ஃபர் எடுப்பானுல்ல. സാബു മോൻ. ഓ എന്റെ മോനെ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പാട്ട് വേറെ ലെവൽ. മഞ്ജു വാര്യർ. என்கவுண்டர்ங்கிற பேர்ல கொலை பண்றது தான் ஹீரோயிசம். Is it? என்கவுண்டர்ங்கிறது குற்றம் செஞ்சவங்களுக்கு கொடுத்த தண்டனை மட்டும் இல்ல, இனிமே இந்த மாதிரி குற்றம் நடக்க கூடாதுங்கிறதுக்கு எடுக்கிற முன்னெச்சரிக்கை நடவடிக்கை. എത്ര പ്രായം എന്ന് പറഞ്ഞ് വെട്ടിയാൻ. October 10th. So it's Big B versus തലൈവർ. തലൈവറും ബിഗ് ബിയും തമ്മിലുള്ള ഒരു പോരാട്ടമാകാനായിട്ടാണ് ഈ ഒരു സിനിമയുടെ ആ ഒരു ത്രെഡ് ഇരിക്കുന്നത്. അങ്ങനെ ആകാനാണ് സാധ്യത. ഈ ഒരു പ്രിവ്യൂ കണ്ടെടുത്തോളം എനിക്ക് അങ്ങനെയാണ് മനസ്സിലായിരിക്കുന്നത്. പക്ഷെ എൻ്റെ മോനെ, ഈ ഒരു പാട്ട് ആദ്യം കേട്ടപ്പം ഉണ്ടായ ആ ഒരു ഫീലിനപ്പുറം വേറെ ലെവൽ സാധനമാണ്. സൂപ്പർ സ്റ്റാറിൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസിനൊപ്പം ഈ ഒരു സോങ് കേട്ടപ്പോഴത്തേക്കും അന്യായം. ഇതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് അത് ആലോചിക്കാൻ വയ്യ. കിടിലോ ആയിരിക്കും. എനിക്ക് തോന്നുന്നത് ഹുക്കും തന്നതിന് ഇരട്ടി ഒരു സാധനം തിയേറ്ററിൽ ഈ ഒരു സംഭവം കേൾക്കുമ്പോഴത്തേക്കും തരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു മ്യൂസിക് മാത്രമല്ല, മ്യൂസിക്കും ആ ഒരു തലൈവറുടെ സ്ക്രീൻ പ്രസൻസും കൂടെ ഒന്നിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു കോമ്പിനേഷൻ അന്യായ സാധനമാവാനായിട്ടുള്ള എല്ലാ ചാൻസസും ഉണ്ട്. ഈ ഒരു പ്രിവ്യൂവിൽ തന്നെ അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അതായത് ആ ഒരു പാട്ടിനൊപ്പം തലൈവറെ കാണിക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു വല്ലാത്തൊരു ഫീലിംഗ്. ഗംഭീര ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേട്ടോ. അനിരുദ്ധ് പൊളി, തീയാണ് തീ. അപ്പം അനിരുദ്ധിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ ഒരു പടത്തിൽ തകർക്കും, പൊളിച്ചടിക്കും. അതെന്തായാലും 100% ഷുവറാണ്. അപ്പം എന്തായാലും October 10th തിയേറ്ററിലേക്ക് പോകാം. എനിക്ക് ഈ ഒരു ഗ്ലിംസ് അല്ലെങ്കിൽ പ്രിവ്യൂ തരക്കേടില്ലാത്ത ഒരു സാധനം. കൂടുതലൊന്നും ഇതിനകത്ത് കാണിച്ചിട്ടില്ല. ഇതിനകത്ത് തലൈവറുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസ്, പിന്നെ അനിരുദ്ധിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ബിഗ് ബി, എല്ലാവരെയും ഒന്ന് കാണിച്ച് പോകുന്ന ഒരു പ്രിവ്യൂ. അതിൽ കൂടുതലൊന്നുമില്ല. എന്തായാലും കിടിലൻ സാധനം തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സൂപ്പർ സ്റ്റാറിന്റെ ഒരു മാസ് പടം തിയേറ്ററിൽ കാണുക എന്ന് പറയുന്നത് അതൊരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കണം. നമ്മുടെ ജയിലർ കിട്ടിയ പോലെ. അപ്പോൾ ഇനി ബാക്കി ആട്ടം October 10th സംഭവം പൊളിക്കും. എന്തായാലും അനിരുദ്ധ് 100% പൊളിച്ചടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ബാക്കി സ്റ്റോറിയും കാര്യങ്ങളും ഒക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയുടെ ഈ ഒരു പ്രിവ്യൂ കണ്ടതിന് മനസ്സിലാവുന്നത് എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള തലൈവറുടെ ക്യാരക്ടർ, അതിനോടൊപ്പം തന്നെ നമ്മുടെ അതിനെതിരെ നിൽക്കുന്നത് ഇപ്പം നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ്
അങ്ങനെയുള്ള സംഭവങ്ങളില്ലേ. അപ്പം ആ ഒരു എൻകൗണ്ടർ എന്ന സാധനത്തിനെതിരെ നിൽക്കുന്ന നമ്മുടെ ബിഗ് ബിയുടെ ആ ഒരു ക്യാരക്ടർ, ഇവർ തമ്മിലുള്ള ഒരു പോരാട്ടം അല്ലെങ്കിൽ ഈഗോ ക്ലാഷ് അത്തരത്തിലുള്ള എന്തെങ്കിലും ആയിരിക്കും ചിലപ്പോൾ ഈ ഒരു സിനിമയുടെ ത്രെഡ്. എന്തായാലും നമുക്ക് പടത്തിനായിട്ട് കാത്തിരിക്കാം. തലൈവറുടെ പൂണ്ടു വിളയാട്ടം സ്റ്റൈൽ, ആ സ്റ്റൈലിനൊപ്പം അനിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതിനായിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു പ്രഭു ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.